ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവ് ടെൻഡറിന് ഡ്രസ്സ് മാറാൻ വേണ്ടി ഗൗതമിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ശിവാനി ആണെങ്കിലും ഈ ടെൻഡർ മുടക്കാനുള്ള ഒരു ആയുധമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയെങ്കിലും മുടക്കണം, തീർച്ചയായും ഇത് മുടക്കിയില്ലെങ്കിൽ അവൾ എനിക്ക് നേരെ തിരിയും എന്നൊക്കെ ഇങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെയാണെങ്കിലും പാറും മറ്റുള്ളവരും ഇങ്ങനെ പ്രണവിനെ കാത്തിരിക്കുകയാണ്. ഈ സമയമാണ് ഇങ്ങനെ പ്രണവ് കുളിയൊക്കെ കഴിഞ്ഞ് ശിവാനിയുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ കോട്ട് കാണില്ല. അപ്പോൾ ശിവാനിയോട് ചോദിക്കുകയാണ്, എൻ്റെ കോട്ട് എവിടെ ശിവാനി, അത് എടുക്കുകയെന്ന് പറയുമ്പോൾ വലിയ മൈൻഡൊന്നും ശിവാനി ചെയ്യില്ല കേട്ടോ. അത് കണ്ട ഉടനെ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്, പെട്ടെന്ന് അത് എടുക്കുകയെന്ന് പറയുമ്പോൾ വീണ്ടും മൈൻഡ് ചെയ്യില്ല കേട്ടോ. എന്താ ശിവാനി എനിക്ക് പറ്റിയത്, എനിക്ക് ടെൻഡറിന് പോകണം, ഞാൻ അല്ലെങ്കിൽ ലേറ്റായി, എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നീ പെട്ടെന്ന് കോട്ട് എടുക്കുകയെന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, എന്തിന് ഈ കോട്ട് എടുക്കണം, നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു സെക്യൂരിറ്റിയെ പോലെയാണ് നിങ്ങളെ ഗൗതം കൊണ്ട് നടക്കുന്നത്, നീ എന്താ എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞത്, അതെ അയാളെല്ലാം ചെയ്യുന്നു എന്നിട്ട് അയാളെല്ലാം നേട്ടങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നു എന്നൊരു പറച്ചിൽ, നിങ്ങളെ ഒരു ഇള്ളക്കുട്ടിയെ വളർത്തും പോലെയാണ് അയാൾ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് നടക്കുന്നത്, നിങ്ങൾ അയാളുടെ ഒരു ബോഡി ഗാർഡ്, അങ്ങനെയൊക്കെ ഉച്ചരിക്കാന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത്, എനിക്കും എൻ്റെ ഭർത്താവ് നല്ലൊരു ലെവലിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവ് അത്യാവശ്യം പഠിച്ചതല്ലേ, എല്ലാം അറിയുന്ന ഒരാളല്ലേ, എന്നിട്ട് എൻ്റെ ഭർത്താവിന് ഈ ടെൻഡർ നേടിയെടുക്കാൻ കഴിയില്ലേ. ഇത് കേട്ട പ്രണവ് പറയണേ, അതെ നീ ചിന്തിക്കണം, ഈ വീട് നമ്മുടെ കൈപ്പിടിയിലല്ല, ഇപ്പോൾ ഈ പറയുന്ന CKCയുടെ കയ്യിലല്ലേ, അതുകൊണ്ട് തന്നെ നീ അത് ചിന്തിക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയായിരിക്കാം, എന്നാലും നിങ്ങളെ കൊണ്ട് ഈ ടെൻഡർ നേടിയെടുക്കാൻ കഴിയില്ല, നിങ്ങൾ എന്തിനാ ഒരു ബോഡി ഗാർഡായിട്ട് ഇങ്ങനെ പോകുന്നത്, നിങ്ങൾ ഈ ടെൻഡർ ഒറ്റയ്ക്ക് നേടിയെടുത്ത് എല്ലാവർക്കും മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അത് കേൾക്കുന്ന ഈ പറയുന്ന പ്രണവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട്, എന്തായാലും തിരിച്ചടി കൊടുക്കുക എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രണവ് വീണ്ടും ചോദിക്കുന്നത്, എന്താ ശിവാനി നീ പറഞ്ഞത്, അതെ നീ ഒറ്റയ്ക്ക് പോകണം, നീ ഒറ്റയ്ക്ക് പോയിട്ട് ഈ ടെൻഡർ നേടിയെടുക്കണം, അതിന് കഴിയുമെന്ന് പറയുമ്പോൾ അത് നീ പറയുന്നത് ശരി. അപ്പോഴേക്കും ശിവാനി കരച്ചിൽ തുടങ്ങിയിട്ടോ. അപ്പോൾ നീ കരയേണ്ട മോളെ, നീ എന്നെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആ കോട്ട് വാങ്ങിയിട്ട് പ്രണവ് താഴത്തോട്ട് ഇറങ്ങി ചെല്ലാണ് കേട്ടോ. അപ്പോൾ പ്രണവ് ഡ്രസ്സ് മാറി വരുന്നത് കാണുമ്പോൾ ഗൗതം പറയണ, എടാ ലേറ്റായി, പെട്ടെന്ന് വായോ, സമയം വഴുകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എങ്ങോട്ട്, ഏട്ടൻ ഇങ്ങോട്ടാണെന്ന് ചോദിക്കാൻ കേട്ടോ. എന്താണ് നീ പറഞ്ഞത്, അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ പാറു പറയുന്നുണ്ട്, നീ പെട്ടെന്ന് പോകാൻ നോക്ക്, സംസാരിക്കുന്നതൊക്കെ പിന്നെ ആവാം, ഇല്ല ഈ സംസാരിക്കുന്നത് ഇവിടെ വെച്ച് ഇപ്പോൾ സംസാരിക്കണം. അപ്പോൾ ഗൗതം പറയണത്, പിന്നെ സംസാരിക്കുക, ഈ ടെൻഡറിന് പോവല്ലേ, ഈ ടെൻഡറിന് പോയി വന്ന് സംസാരിക്കുക, അതല്ല ടെൻഡറിന് പോകുന്നതിന് മുന്നേ എനിക്ക് സംസാരിക്കാനുണ്ട്, എന്നാൽ നീ പറ എന്നിങ്ങനെ ഗൗതം പറഞ്ഞു തന്നെ, അതെ ഈ ടെൻഡർ ഞാൻ നേടിയെടുക്കേണ്ട ടെൻഡറല്ലേ, ഏട്ടൻ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്, എനിക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുത്തോളാം. എടാ നിന്നെക്കൊണ്ട് അത് കഴിയില്ല, അത് ഏട്ടൻ്റെ തോന്നലല്ലേ, എന്താ എന്നെക്കൊണ്ട് കഴിയാത്തത്, ഇപ്പോഴും അമ്മയുടെ ഇള്ളക്കുട്ടിയാണെന്ന് ഏട്ടൻ്റെ വിചാരം, ഏട്ടൻ്റെ അനിയനായിട്ട് എന്നെ കാണുന്നുണ്ടാവും, പക്ഷേ ഇല്ലപ്രായമല്ലേ, എനിക്ക് അത്യാവശ്യം വലിപ്പം ഞാൻ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ഡിഗ്രിയും ഒക്കെ എനിക്കുണ്ട്, പിന്നെ എന്നാ എനിക്കിത് നേടിയെടുക്കാൻ കഴിയാത്ത, ഒരു ബിസിനസ്സും ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അത് കേൾക്കുന്ന നിധി പറയണേ, അതൊക്കെ ശരിയാണ് എൻ്റെ പ്രണവ്, ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളും ഉണ്ടായിരുന്നത്, നിങ്ങളുടെ ഉപദേശം കേട്ട് എല്ലാവരും ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഉപദേശം ഇനി കേൾക്കേ വേണ്ട. അപ്പോഴേക്കും ശിവാനി എന്ത് ചെയ്യുന്നു, കണ്ടേ ഫോൺ എടുത്തിട്ട് വസുന്ധരക്ക് വിളിക്കണം. അപ്പോൾ വസുന്ധര റൂമിലേക്കും എന്താ ശിവാനി എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി നമുക്ക് മുന്നിൽ ഒരു വലിയൊരു ആയുധം കിട്ടിയിട്ടുണ്ട്, എന്ത്, അതെ ഈ പറയുന്ന പ്രണവാണ് ആ ടെൻഡറിൽ പോകുന്നത്, പ്രണവിൻ്റെ കൂടെ ഗൗതം പോകുന്നുണ്ട്, പക്ഷേ ഗൗതമിനെ അതിൽ നിന്ന് തടയണം, ഗൗതം പോയി കഴിഞ്ഞാൽ തീർച്ചയായും ആ ടെൻഡർ നമുക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഗൗതം ഇവിടുത്തെ രാജാവും അതുപോലെ തന്നെ നിധിയും, അപ്പോൾ രാജാവും റാണിയും കൂടി വാഴുമ്പോഴുള്ള ആ അവസ്ഥ നമുക്ക് പറയാനില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെ അത് തടയണം, ഒരിക്കലും നിധി തല ഉയർത്താൻ പാടില്ല, ആൻറ്റി വിചാരിച്ചത് നടക്കും, നീ എന്താ പറഞ്ഞു വരുന്നത്, തീർച്ചയായും ഈ ടെൻഡർ നമുക്ക് കിട്ടരുത്, ഒരിക്കലും CKCയുടെ കൈകളിൽ നിന്നും ഈ ഒരു പറയുന്ന ഇത് വാങ്ങി ഈ ഒരു ടെൻഡർ നേടിയെടുക്കരുത്, അതിനുള്ളതാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ടെൻഡർ കിട്ടില്ല എന്ന് എനിക്കും ഉറപ്പുള്ള കാര്യമാണ്, അത് ഗൗതമിന് പറയാം. അപ്പോൾ ആൻറ്റി അടിയിലോട്ട് വരുമോ, ഞാനും വരാമെന്ന് പറയുമ്പോൾ, നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്, നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകാനായിട്ടാണ്. ഇതേ സമയം ഇവർ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ നീ ആലോചിക്കേണ്ടത്, CKCയുടെ കൈകളിലാണ് നമ്മുടെ വീട്, അയാളെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു
നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇത് കേട്ട് ജ്യോതി പിറകെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ടെൻഡർ നമുക്ക് നേടിയെടുക്കാടാ, നീ ഏട്ടനും കൂടി പോന്നോട്ടെ, ഗൗതം പോന്നു കഴിഞ്ഞാൽ അത് നിനക്കും കൂടി നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പ്രണവ് പറയണേ, എന്ത് നല്ലത്, എനിക്കും ആഗ്രഹമുണ്ട്, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ വിജയിച്ച് വരുന്നത് എനിക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഗൗതമി അങ്ങ് ദേഷ്യം പിടിക്കണ്ട, എടാ നിൻ്റെ വാശി മര്യാദക്ക് നിർത്തിക്കോ, ഈ ടെൻഡർ എല്ലാ ടെൻഡറിനെയൊക്കെ കൂടുതൽ എനിക്ക് കിട്ടണമെന്ന അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹം എനിക്ക് ഇരിക്കണം. കാരണം എന്താണെന്നറിയോ, ആഗ്രഹം നിറവേറിയില്ലെങ്കിൽ ഈ CKCയുടെ മുന്നിൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ട് നിർമ്മല ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശിവാനിയും വസുന്ധരയും ഇറങ്ങി വരികയാണ്. അങ്ങനെ നിധി പറയണേ, പ്രണവ് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ശിവാനി പറയും, നീ പറയുന്നത് എന്താടി കേൾക്കണേ, നീ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഇവിടെ ഇങ്ങനെ ആവുന്നത്, എല്ലാം ആയത്, ഈ വീട് തന്നെ പോയത് നീ കാരണമല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി. നിനക്കും നിൻ്റെ ഭർത്താവിന് മാത്രം ഈ വീട്ടിലെ എല്ലാ കാര്യത്തിനും തീരുമാനം എടുക്കാൻ പാടുള്ളൂ. പ്രണവ് ഈ വീട്ടിലെ കുട്ടിയല്ലേ, പ്രണവിന് എന്താ കഴിയില്ലേ, പ്രണവ് എന്താ കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ കാണുന്നത്, എവിടെ ഒന്നിനും പോരാത്തവനാണ് പ്രണവ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭർത്താവ് തനിയെ പോട്ടെ, എന്നിട്ട് ആ ടെൻഡർ നേടിയെടുക്കട്ടെ. ഗൗതമിൻ്റെ കൂടെയാണ് പ്രണവ് പോകുന്നതെങ്കിൽ ഈ ടെൻഡർ കിട്ടുകയാണെങ്കിൽ പിന്നീട് ഗൗതം പ്രയത്നിച്ചിട്ടാണ് ഈ ടെൻഡർ കിട്ടിയതെന്ന് നിനക്ക് പറയാൻ വേണ്ടിയല്ലേ. ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് നിൻ്റെ വിചാരം, എന്നാൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കിയാൽ മതി എന്നവിടെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വസുന്ധര പറയുന്നത് ശരിയാണ്, ഇവിടെ ശിവാനി പറയുന്നതിലും കാര്യമുണ്ട്, പ്രണവ് പോയാൽ മതി, പ്രണവ് പോട്ടെ, നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചതെന്താ, നിങ്ങളിപ്പോൾ ചെയ്തു കൊടുത്തോളം എല്ലാം പൊട്ടത്തരല്ല. അപ്പോൾ അത് കേൾക്കുന്ന ഗൗതം പറയണ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ, പ്രണവിനെ അതൊക്കെ അറിയില്ല എന്നോ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത്, നിനക്ക് പറഞ്ഞതല്ലേ ഇപ്പോൾ ഈ വീട് ഈ അവസ്ഥയിലെത്താൻ കാരണം, അതിനേക്കാൾ ഭേദമാണ് പ്രണവ്, അതുകൊണ്ട് തന്നെ പ്രണവ് പോയിക്കോട്ടെ എന്നുള്ള തീരുമാനം പറയുമ്പോൾ നിധിക്ക് മനസ്സിലായിട്ടോ എല്ലാവരും ഒത്ത് കളിക്കാന്ന്. അങ്ങനെ നിധി പറയണത് ശരിയാണ്, ഗൗതം പോണ്ട, പ്രണവ് പോയിക്കോട്ടെ, പ്രണവ് തനിയെ പോട്ടെ, ഇവർ പറയുന്നത് പോലെ ഇള്ളക്കുട്ടിയെ പോലെ പ്രണവിനെ ഗൗതം കാണുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അവൻ തനിയെ പോയിട്ട് നേടിയെടുക്കും ഈ ടെൻഡർ, അങ്ങനെ വിശ്വസിക്കുമെന്ന് പറയട്ടെ. അപ്പോഴേക്കും പാറും പറയുന്നത് ശരിയാണ്, ഗൗതം നീ പോണ്ട, അവൻ തനിയെ നേടിയെടുക്കെങ്കിൽ നേടിയെടുക്കട്ടെ, അവൻ ഇത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ, അവന് വാശിയാണെങ്കിൽ മറ്റുള്ളവരുടെ വാക്കാണ് അവൻ കേൾക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവന് ഡ്രസ്സ് മാറാൻ റൂമിലോട്ട് പോകുന്നത് വരെ ഈ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ, റൂമിൽ ഇറങ്ങിയതിന് ശേഷമല്ല ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ശിവാനി പറയണേ, എന്താ എൻ്റെ ഭർത്താവിനോട് എനിക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, എൻ്റെ ഭർത്താവ് എല്ലായിടത്തും ഒറ്റക്ക് നിൽക്കണമെന്നും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഇവിടെ നിങ്ങളുടെ മരുമകൾ മൂത്തവളുടെ ഭർത്താവ് ഒറ്റയ്ക്ക് നിർത്താൻ വേണ്ടി ഇവൾ കിടന്ന് ചാടിക്കളിക്കുന്ന പോലെ എനിക്കും പറഞ്ഞു കൊടുത്ത എന്താ കുഴപ്പം എന്നൊക്കെ അങ്ങ് പറയാനിട്ട്. ഇതെല്ലാം കണ്ട നിധിക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഇനി ഇവിടെ കൂടുതൽ സംസാരിച്ച കൂടുതൽ കുഴപ്പങ്ങളിലോട്ട് എത്തുമെന്ന് മനസ്സിലാക്കുന്ന നിധി ഗൗതമിനോട് പറയണേ, ഗൗതം അവർ പോയിക്കോട്ടെ, ഈ പറയുന്നത് പോലെ അവൻ ഇള്ളക്കുഞ്ഞും ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ, അവൻ ഒറ്റയ്ക്ക് പോയി ടെൻഡർ നേടിയെടുക്കട്ടെ, അവനെ കൊണ്ട് അതിന് കഴിയും, എല്ലാവരും അതിന് പ്രോത്സാഹനം കൊടുക്കും എന്ന് പറയട്ടെ. അങ്ങനെ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും ആ ബാഗും ആ ഫയലൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്നും പ്രണവ് ഇറങ്ങുകയാണ്. എന്നാൽ ശരിയേട്ടാ, എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും യാതൊരുവിധ സമാധാനവും പ്രണവ് പോയതിന് ശേഷം ഗൗതമിന് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഈശ്വര അത് എന്തായി തീരുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി എന്ത് ചെയ്യുന്നു, ഗൗതമിൻ്റെ ഫോണ് പതുക്കെ സൈലൻ്റ് ആക്കി വെക്കുകയാണ്. എന്നാൽ പ്രണവ് ഓഫീസിലെത്തി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ പ്രണവിന് ഇനിയിപ്പോൾ ഇത് എത്ര കാണാവോ ടെൻഡർ നൽകേണ്ടത്, ഏട്ടനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ എത്ര വിളിച്ചിട്ടും ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയമാണെങ്കിൽ CKC വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളെ നിർത്തിയിട്ടുണ്ടാവും, നമ്മുടെ ടെൻഡർ എത്ര എമൗണ്ട് എന്ന് ഇപ്പോൾ പറയണ്ട, എന്തായാലും ഈ പറയുന്ന ഗൗതം അവിടെ എത്തിയിട്ടുണ്ടോ, ഇല്ല പ്രണവാണ് എങ്കിൽ അവൻ്റെ ആ ഒരു റേറ്റ് എത്രയെന്ന് അറിയട്ടെ, അതിന് ശേഷമാവാം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്ന് എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ.